ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒന്ന് ചിക്കൻ കുഴച്ചെടുക്കാം. അത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ 2 ഉള്ളി മുറിച്ചെടുക്കാം. നല്ല നീളത്തിൽ മുറിച്ചെടുക്കാം. അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ച് അത് ഒരു ബ്രൗൺ കളറാകുന്ന വരെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പേ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം. ആ ചീനച്ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ ആ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉള്ളി കരിയാതെ സൂക്ഷിക്കണം. അപ്പോൾ കരിയാതെ നോക്കാൻ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇതാ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 10 പച്ചമുളകും 2 ബൾബ് വെളുത്തുള്ളിയും 2 ഇഞ്ചിയും എടുക്കാം. നമുക്ക് അതെല്ലാം ഒരു മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഒരു പേസ്റ്റ് പോലെ ആകുന്നവരെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം ഇട്ടെടുത്ത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒരു ചമ്മന്തി പോലെയാണ് എനിക്ക് കിട്ടിയത്. നമുക്ക് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം വീട്ടിൽ വിരുന്നുകാർക്ക് വന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ഇനി നമുക്ക് പുതിനച്ചപ്പും മല്ലിച്ചപ്പും എടുക്കാം. അപ്പോൾ അത് നല്ല കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ടൊമാറ്റോ എടുക്കാം. നേരത്തെ നമ്മൾ ചീനച്ചട്ടിയിൽ വെച്ച എണ്ണയിൽ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം അതൊരു ബ്രൗൺ കളർ ആകുന്നവരെ ഇളക്കിയെടുക്കാം. നമ്മൾ ടൊമാറ്റോ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ല തിളക്കുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് വേകില്ല. നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് അതൊരു ചട്ടിയിലേക്കോ പാത്രത്തിലേക്കോ ഒക്കെ മാറ്റിയെടുക്കാം. ഞാൻ ചട്ടിയിലാണ് ഇട്ടത്. അപ്പം നല്ലപോലെ ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയൊരു പാത്രം ഗ്യാസ്മേൽ വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറുനാരങ്ങ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ നീരൊന്ന് എടുക്കാം. അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു അതിൻ്റെ പച്ചച്ചവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത ടൊമാറ്റോകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടൊമാറ്റോയുടെ പീസൊന്നും കാണാത്ത രീതിയിലായി വരുമ്പോൾ നമുക്ക് ഗ്യാസിന് തീ കുറച്ച് വെക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നേരത്തെ വഴറ്റി വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നമുക്കതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്നും കൂടി നല്ല എല്ലാവരും ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചിക്കൻ ബിരിയാണീൻ്റെ മസാല റെഡിയായി. ഇനി നമുക്ക് അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈരിൻ്റെ അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം. അപ്പോൾ ഒന്നുകൂടി നല്ല മിക്സാക്കി വെക്കുക.
നമുക്ക് ബിരിയാണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട GS അരി എടുക്കാം. നമ്മൾ അടുപ്പത്ത് തീ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു വട്ട വെച്ച് കൊടുക്കാം. നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നെയ്യും ഒഴിക്കുന്നുണ്ട്, എണ്ണയും ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലോണം വരുമ്പോൾ നമുക്ക് 3 ജഗ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അത്ര അളവിൽ എടുത്താൽ മതി. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. നമ്മളെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ GS അരി ഇട്ട് കൊടുക്കാം. ഇപ്പം തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു ലെമൺ ജ്യൂസ് പിന്നെയും ഒഴിച്ചെടുത്തിട്ടാണ് GS അരി ഇടേണ്ടത്. നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി അത് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് കാത്തു വെക്കാം. അതിലത്തെ വെള്ളം ഒന്ന് വറ്റി വെന്ത് വരണം. അപ്പോൾ ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയുടെ മേൽ നമ്മൾ കത്തിച്ച് വെച്ച വിറകൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ അടിപൊളി ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.